നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിനായിട്ടുള്ള സാധാരണക്കാർ, ദരിദ്രർ, ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ, ഇവരെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരള സർക്കാർ, അതായത് പിണറായി വിജയൻ രണ്ടാമത് നയിക്കുന്ന കേരള സർക്കാർ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ ജനങ്ങളുടെ അവകാശമല്ല എന്നാണ് ആ സത്യവാങ്മൂലം. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതിന്മേൽ നിങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല എന്നാണ്. ഒരു കേസുമായിട്ട് കോടതിയിൽ പോകാൻ പറ്റില്ല എന്നതാണ്. കാരണം ഇത് നിങ്ങളുടെ അവകാശമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തൊഴിലാളി വർഗ സാധാരണക്കാരുടെ പാർട്ടിയാണ് എന്നൊക്കെ എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയാണ്. ഒരു പാർട്ടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി, CPI എന്നൊരു പാർട്ടി വരുന്നു, പിന്നീട് അത് പിളർന്ന് CPIM ആവുന്നു. ഈ CPIM തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്ന പാർട്ടിയായിട്ട് നിലകൊള്ളുമ്പോൾ തന്നെ പല പോഷക സംഘടനകൾ അതിനൊപ്പം തന്നെ വരുന്നു. CITU, അതുപോലെ തന്നെ SFI, DYFI, അങ്ങനെ പല 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 സംഘടനകൾ. ഇതെല്ലാം എപ്പോഴും അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇത് സാധാരണക്കാരൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ട്, തൊഴിലാളിയുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, കർഷക തൊഴിലാളിയുടെ അവകാശത്തിന് വേണ്ടി, ബീഡി തൊഴിലാളി, തെങ്ങുകയറ്റ തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി, അങ്ങനെ ഓരോ മേഖലയിലെയും തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്, പാർട്ടിയാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർ ഇതിപ്പോൾ വളരെ വിചിത്രമായ രീതിയിൽ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ ജനങ്ങളുടെ അവകാശമല്ല എന്ന്. അതൊരു പച്ചക്കള്ളം തന്നെയല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരാരുടെയും കുടുംബത്തിൽ നിന്ന് എടുത്തു തരുന്ന കാശല്ല ഈ ക്ഷേമ പെൻഷനുകൾ. തീർച്ചയായിട്ടും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത് അവരുടെ അവകാശമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് എന്ന് പറയാനുള്ള ബാധ്യത കൂടി സർക്കാർ കാണിക്കണം. തീർച്ചയായിട്ടും. അല്ല എങ്കിൽ AKG സെൻറ്ററിൽ ഞങ്ങൾ വേറെ നോട്ടടിക്കുന്നുണ്ട് എന്ന് അവർ തെളിയിക്കണം. അതില്ലാത്ത കാലത്തോളം ഇത് ജനങ്ങളുടെ അവകാശം തന്നെയാണ് പിണറായി സർക്കാർ എന്ന് മനസ്സിലാക്കണം. മറിച്ചുള്ള സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ക്ഷേമ പെൻഷൻ കിട്ടാത്തവർ, മാസങ്ങളായിട്ട് കിട്ടാത്തവർ, അതും പറഞ്ഞ് കോടതിയിൽ ചെന്നാൽ ആ കേസ് ഫയൽ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ്. കോടിക്കണക്കിന് രൂപ സർക്കാരിന് കേസ് നടത്താൻ വേണ്ടി കണ്ട കപിൽ സിബലിനുമൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടാതെ മാസങ്ങളായിട്ട് കഴിയുന്ന അത്താഴ പ്രശ്നക്കാരൻ്റെയും അതേപോലെ തന്നെ ഈ അരിവാളിന് വോട്ട് കുത്തുന്നവരടക്കമുള്ള സാധാരണക്കാരായുള്ള ലക്ഷക്കണക്കിന് ആളുകളെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഹൈക്കോടതിയിൽ ഈ സർക്കാർ കാണിച്ചത്. നിങ്ങളുടെ അവകാശമല്ല ക്ഷേമ പെൻഷൻ, ഞങ്ങൾ തരുന്ന ഔദാര്യമാണ് എന്ന തരത്തിലാണ് അതവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ആണോ അല്ലയോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. AKG സെൻറ്ററിൽ നോട്ടടിക്കുന്ന പണിയൊന്നുമില്ല. അല്ലെങ്കിൽ CPMന് നോട്ട് സ്വന്തമായിട്ട് അച്ചടിക്കുന്ന അച്ചോ പ്രസോ ഒന്നുമില്ല എന്ന് ഓർക്കുക. ഈ പണം നിങ്ങൾ തന്നെ കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു വിഹിതം നിങ്ങൾക്കായിട്ട് തിരിച്ചു തരുന്നതാണ്. അതപ്പോൾ നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അതങ്ങനെയല്ല എന്ന് ഏത് പൊന്നു തമ്പുരാൻ പറഞ്ഞാലും അത് ശരിയല്ല. ഇവരെപ്പോഴും കേന്ദ്രത്തിലോട്ട് നോക്കി പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് തരാനുള്ളത് തടഞ്ഞു വെച്ചിരിക്കുന്നു, അത് ഞങ്ങളുടെ അവകാശമാണ്, സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് എന്നാണ് അവരെപ്പോഴും പറയുന്നത്. അത് മാറ്റി ജനങ്ങളുടെ അവകാശം എന്ന് അവർ പറഞ്ഞിട്ടേയില്ല. പകരം അത് സർക്കാരിന് കൊടുക്കേണ്ട ആണ് എന്ന തരത്തിലാണ് അവർ പറയുന്നത്. അത് സർക്കാരിന് കൊടുക്കുക, സർക്കാർ പിന്നെ ഔദാര്യം പോലെ നിങ്ങൾക്ക് തരും. ഈ പാർട്ടിയെ ഇനിയും വിശ്വസിക്കണോ? നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഈ പാർട്ടി രൂപം കൊണ്ടത് തന്നെ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും കർഷകർക്ക് വേണ്ടിയിട്ടും അത്താഴ പഷ്ടിക്കാർക്കും വേണ്ടിയിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാർട്ടി രൂപപ്പെട്ടത് തന്നെ. എന്നിട്ട് ഇതിന് അസംഖ്യം സംഘടനകളുള്ളത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ മേഖലയിലെയും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവൻ്റെ നാളുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് രൂപീകരിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. ജനങ്ങളുടെ അവകാശമല്ല ക്ഷേമ പെൻഷനുകൾ, അതെന്തോ സർക്കാർ തരുന്ന ഔദാര്യമാണ് എന്ന തരത്തിലാണ്. ഇതാണ് ജനക്ഷേമ പാർട്ടി, ഇതാണ് ഇടതുപക്ഷമെങ്കിൽ ആ ഇടതുപക്ഷത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇനിയെങ്കിലും ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.